ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റോമിലെത്തിയത് വളരെ ബെസ്റ്റ് സമയത്താണ്. കാരണം ഇവിടെ റോമിലെ മലയാളി കൂട്ടായ്മയായ അലേക്ക് ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നേ ദിവസമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ മലയാളികളുടെ ദേശീയോത്സവമായ ഓണം ആഘോഷിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ആ പരിപാടിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പകർത്തിയെടുത്ത കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓണമൊക്കെ അല്ലേ, ഓണമാകുമ്പോൾ നമുക്ക് അറിയാലോ, നമ്മുടെ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും എല്ലാം എടുക്കണം എന്നുണ്ട്. പക്ഷേ ഇതൊന്നും എടുക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ. വഴി വെച്ച് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ദീപചേച്ചിനെ കണ്ടുപിടി. അങ്ങനെ ഞാനും ദീപചേച്ചിയും ഒരു ചായക്കടയിൽ കയറി ചായയും കുടിച്ച് കുറച്ച് നേരം അവൾ വർത്തമാനം പറഞ്ഞതിന് ശേഷം സാരി എടുക്കാനായിട്ട് നമ്മുടെ കൂട്ടുകാരി ചേച്ചിയായ സരിത ചേച്ചിയുടെ കിട്ടിയിട്ടു. സരിത ചേച്ചി ഞങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ അവരുടെ ഹെൽപ്പോടുകൂടെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഈ സാരിയും ബ്ലൗസുമൊക്കെ ഞാൻ ഈ പരിപാടിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടായ സുജിത ചേച്ചി എനിക്ക് എവിടെ നോക്കിയോ ഒപ്പിച്ച് തന്നതാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി നടന്ന് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കത് ആ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ഓണത്തിൻ്റേതായ ഒരു വൈബൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെന്തോ കേരളത്തിലെത്തിയൊരു ഫീലിങ്സാണ്. കാരണം നമ്മുടെ വേഷവിധാനങ്ങളും മലയാളവും എല്ലാവരും സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെന്തോ കേരളത്തിലെത്തിയൊരു ഫീലാണ്. അപ്പോൾ ഞങ്ങൾ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇച്ചിരി ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരുവാതിര മത്സരം കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം അവസാന ടീമിൻ്റെ പെർഫോമൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കാനായിട്ടുള്ള ഒരു സ്ഥലവും തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഈ സാരിയും ബ്ലൗസും ഓർണമെൻറ്റ്സൊക്കെ ഒപ്പിച്ച് തന്നൊരു സുജി ചേച്ചിനെ പറ്റി. ചേച്ചീൻ്റെ മത്സരം ഓൾറെഡി കഴിഞ്ഞു. ചേച്ചിക്ക് ചെസ് നമ്പർ 1 കിട്ടിയിരുന്നത്. അപ്പോൾ ചേച്ചീൻ്റെ ടീമിൻ്റെ തിരുവാതിരക്കളി നേരത്തെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ചേച്ചിയുടെ ടീം. അപ്പോൾ അവരുടെ മത്സരം കഴിഞ്ഞ് ചേച്ചി വന്ന് ഞങ്ങൾക്ക് ഒരു ഹായും തന്ന് ചേച്ചി പോയി. അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത ആൾ ലിൻസേജി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ലിൻസേജിയും വന്ന് ഞങ്ങൾ ഒന്നുകൂടെ ടച്ചപ്പൊക്കെ ചെയ്തപ്പോഴേക്കും സ്റ്റേജ് റെഡി ആയിട്ടുണ്ട്. ചീഫ് ഗസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നല്ല ചൂടാനോട് എല്ലാവരും വീശിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റായ ഇന്ത്യൻ അംബാസിഡർ എത്തിയിരിക്കുകയാണ്. പരിപാടി തുടങ്ങി. താലപ്പൊലിയായിട്ട് നമ്മുടെ മലയാളം അംഗന്മാരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി പരിപാടി തുടങ്ങി. ഓരോ ഗസ്റ്റുകളായിട്ട് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മാവേലി സ്റ്റേജിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത്. മാവേലി ഒരു കൊടയൊക്കെ പിടിച്ച് സ്റ്റേജിലിരുന്ന് അവിടുത്തെ ഉദ്ഘാടന പരിപാടിയിൽ കഴിഞ്ഞ് മെഗാ തിരുവാതിരയാണ് ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ മെഗാ തിരുവാതിരയ്ക്കുള്ള ആൾക്കാർ അവിടെ നിന്ന് തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയൊക്കെ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും എനിക്ക് വിശപ്പിൻ്റെ വലിയ കാര്യമായിട്ട് എന്നെ ബാധിച്ചിരിക്കുകയാണ്. ഞാൻ ഹാളിൽ പോയി ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കാൻ നേരത്ത് അവർ നമുക്ക് ഓണസദ്യ വിളമ്പിയിരിക്കുകയാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹാളിലെത്തിയപ്പോൾ അവിടെ ഇപ്പോഴും പ്രകൃതിയായിട്ട് കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കലാപരിപാടികളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻസായിട്ടും പാട്ടായിട്ടും എല്ലാം അവിടെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളും ചെറുതായിട്ടൊന്ന് വൈബ് ചെയ്തു. പ്രായമേതുമെന്ന് എല്ലാവരും കലാപരിപാടികൾ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഏറെ കാത്തിരുന്ന ഫാഷൻ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഈ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട്. കാരണം സുജിത്ത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചതിനും അധികം ഭംഗിയായിട്ട് ആ പരിപാടി അവർക്കത് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫാഷൻ ഷോ എന്ന് മാത്രമല്ല എല്ലാ പരിപാടികളും നല്ല രീതിയിലാണ് നടന്നത്.
എല്ലാ പ്രോഗ്രാംസും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. അങ്ങനെ കലാപരിപാടികൾ അവിടെ തകൃതിയെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പയ്യത അവിടെ നിന്ന് ഇറങ്ങി ഓരോരുത്തരായിട്ട് ഓരോ വഴിക്ക് യാത്രയായി. അങ്ങനെ ഈ വർഷത്തെ ഓണം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്